കേരളം രാഷ്ട്രീയമായി വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിച്ചു. യു.ഡി.എഫ് 102 സീറ്റുകൾ നേടി വൻ വിജയം സ്വന്തമാക്കിയപ്പോൾ എൽ.ഡി.എഫ് 35 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും എൻ.ഡി.എ 3 സീറ്റുകളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തു. ഈ ഫലം വെറുമൊരു അധികാരമാറ്റമല്ല, മറിച്ച് വോട്ടർമാരുടെ മനോഭാവത്തിലുണ്ടായ വലിയ മാറ്റത്തിന്റെ വ്യക്തമായ പ്രകടനമാണ്. വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെ യു.ഡി.എഫിന്റെ മുന്നേറ്റം വ്യക്തമായി. കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ തുടക്കത്തിലെ യു.ഡി.എഫ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു. ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടയായി കണക്കാക്കിയിരുന്ന പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ പോലുള്ള മണ്ഡലങ്ങൾ പോലും യു.ഡി.എഫിലേക്ക് മാറിയത് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ രാഷ്ട്രീയ സന്ദേശമായി. കണ്ണൂർ ജില്ലയിൽ എൽ.ഡി.എഫിന് ചില സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും മൊത്തത്തിലുള്ള പ്രവണത യു.ഡി.എഫിനൊപ്പം നിന്നു. കോഴിക്കോട്, മലപ്പുറം മേഖലകളിൽ യു.ഡി.എഫ് ഏകദേശം ക്ലീൻ സ്വീപ്പ് തന്നെയാണ് നേടിയത്. വടകര മുതൽ തിരൂർ, പൊന്നാനി വരെ വ്യാപിച്ച പ്രദേശങ്ങളിൽ യു.ഡി.എഫ് മുന്നേറ്റം തടയാൻ എൽ.ഡി.എഫിന് സാധിച്ചില്ല. മുസ്ലിം ലീഗിന്റെ ശക്തമായ സാന്നിധ്യമുള്ള മലപ്പുറം ജില്ലയിൽ യു.ഡി.എഫ് അതിശക്തമായ പ്രകടനം കാഴ്ചവെച്ചു. വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, മലപ്പുറം തുടങ്ങിയ മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയം നേടി മുന്നണി തങ്ങളുടെ ആധിപത്യമുറപ്പിച്ചു. പാലക്കാട്, തൃശൂർ മേഖലകളിൽ മത്സരം കനത്തതായിരുന്നു. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം തുടങ്ങിയയിടങ്ങളിൽ എൽ.ഡി.എഫ് നിലനിൽപ്പിനായി പോരാടിയെങ്കിലും പാലക്കാട്, ചിറ്റൂർ, കോങ്ങാട് പോലുള്ള മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് വിജയിച്ചു. തൃശൂരിൽ എൽ.ഡി.എഫിന് ചില നേട്ടങ്ങളുണ്ടായെങ്കിലും നഗരപ്രദേശങ്ങളായ തൃശൂർ, ഇരഞ്ഞാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ യു.ഡി.എഫ് ശക്തമായ തിരിച്ചുവരവ് നടത്തി. മധ്യകേരളത്തിൽ യു.ഡി.എഫിന്റെ വിജയം നിർണായകമായി. എറണാകുളം ജില്ലയിൽ ഏകദേശം മുഴുവൻ മണ്ഡലങ്ങളും യു.ഡി.എഫിന്റെ കൈവശമായി. കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര, കുന്നത്തുനാട്, പിറവം തുടങ്ങിയ പ്രധാന നഗര-പുറനഗര മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് വ്യക്തമായ ലീഡ് നേടി. വികസനവും ഭരണത്തിലെ സ്ഥിരതയും വോട്ടർമാർ പരിഗണിച്ചതിന്റെ ഫലമായാണ് ഈ മുന്നേറ്റം വിലയിരുത്തപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ യു.ഡി.എഫ് മുഴുവൻ സീറ്റുകളും സ്വന്തമാക്കി. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നീ മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് മുന്നേറ്റം തുടർച്ചയായി നിലനിർത്തി. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിലക്കയറ്റം, പ്രാദേശിക വിഷയങ്ങൾ എന്നിവയെ ഫലപ്രദമായി ഉയർത്തിക്കാട്ടാൻ യു.ഡി.എഫിന് കഴിഞ്ഞത് ഈ വിജയത്തിനു പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. കോട്ടയം, ആലപ്പുഴ മേഖലകളിലും യു.ഡി.എഫിന്റെ മേൽക്കോയ്മ വ്യക്തമായിരുന്നു. പാല, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് ശക്തമായ വിജയം നേടി. ആലപ്പുഴയിൽ ചില മണ്ഡലങ്ങൾ എൽ.ഡി.എഫ് നിലനിർത്തിയെങ്കിലും മൊത്തത്തിലുള്ള ചിത്രം യു.ഡി.എഫിന് അനുകൂലമായിരുന്നു. ദക്ഷിണ കേരളത്തിൽ മത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. കൊല്ലം ജില്ലയിൽ യു.ഡി.എഫ് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ചില മണ്ഡലങ്ങളിൽ എൽ.ഡി.എഫ് നിലനിൽപ്പിനായി പോരാടി. തിരുവനന്തപുരം ജില്ലയിൽ എൻ.ഡി.എയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. ചാത്തന്നൂർ, കഴിക്കൂട്ടം, നേമം എന്നീ മണ്ഡലങ്ങളിൽ എൻ.ഡി.എ വിജയം നേടി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. എന്നാൽ സംസ്ഥാനതലത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ എൻ.ഡി.എക്ക് കഴിഞ്ഞില്ല. മൊത്തത്തിൽ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് യു.ഡി.എഫിന്റെ ശക്തമായ തിരിച്ചുവരവിനും സംസ്ഥാന രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായത്തിനും തുടക്കമിട്ടിരിക്കുന്നു. ഈ വിജയം മുന്നണിക്ക് വലിയ ഉത്തരവാദിത്വവും നൽകുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനായാൽ ഈ വിജയം ചരിത്രപരമായ ഒരു മാറ്റമായി മാറും. അല്ലെങ്കിൽ അതൊരു താൽക്കാലിക രാഷ്ട്രീയ തരംഗമായി മാത്രം ചുരുങ്ങും.